ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഡെയിലി ഉണ്ടാകുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള നേപ്പാളി സ്റ്റൈൽ എഗ് ചുക്കോണി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇത് റെഡിയാക്കാനേ നല്ല തിക്ക് കേർഡ് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കട്ട് ചെയ്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ പഞ്ചസാരയും, പിന്നെ ഒരു 2-3 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുക്കുംബർ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ഒരു 4 മുട്ട പുഴുങ്ങി 2ആക്കി കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലോ, ഞാനിവിടെ നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തിയും, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നേപ്പാളി സ്റ്റൈൽ എഗ് ചുക്കോണി. ടർക്കിഷ് എഗ്ഗെന്നും ഇതിനെ വിളിക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊന്നുമില്ല, ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചപ്പാത്തിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ, ബട്ടർ നാൻ്റെ കൂടെ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഇതൊന്നുമില്ലെങ്കിലും നമുക്കിത് മാത്രമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാനിപ്പോൾ ഇവിടെ ഗീ റൈസിൻ്റെ കൂടെയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ടൈമിൽ ഇതുപോലെ റെഡിയാക്കിയാൽ മതി. പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെജിറ്റബിൾസും എഗ്ഗും ഒക്കെ നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് കുറേ ടൈം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേർഡ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ലൂസായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.